Welcome all to EntryTech YouTube channel. So mechanical engineering question discussion video series ഭാഗമായി ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്കമിംഗ് കേരള PSC മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ളതായ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ കുറച്ച് ന്യൂമറിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ കൺസെപ്ച്വൽ ബേസ്ഡ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇനിയും എൻട്രിടെക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയുള്ള കേരള PSC മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോസ്റ്റുകൾക്ക് ആവശ്യമായ എല്ലാ നോട്ടിഫിക്കേഷൻസും എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് അങ്ങനെയുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സോ ഐ വെൽക്കം യു ഓൾ ടു this fluid mechanics question discussion session. First question: decrease in temperature in generally results in option A an increase in the viscosity of both gases and liquids, option B decrease in the viscosity of liquids and gases, option C an increase in the viscosity of liquids but decrease in that of gases, option D a decrease in the viscosity of liquids but increase in the viscosity of gases. സോ ഡയറക്റ്റ് ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മള് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് വിസ്കോസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി അല്ലെ. വിസ്കോസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്താണ്? വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് റെസിസ്റ്റൻസ് ആണ് വിസ്കോസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമുക്ക് തരുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഇക്വേഷൻ tau is equal to mu into du by dy ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ് വിസ്കോസിറ്റിയിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മിക്ക PSC എക്സാംസിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് രണ്ട് ടൈപ്പ് വിസ്കോസിറ്റികൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡൈനാമിക് വിസ്കോസിറ്റിയും കൈനമാറ്റിക് വിസ്കോസിറ്റിയും. അതിന്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ PSC എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഡൈനാമിക് വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റും SI യൂണിറ്റും നമ്മൾ ഓർത്തിരിക്കുക. കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റും SI യൂണിറ്റും നമ്മൾ ഓർത്തിരിക്കുക. ഡൈനാമിക് വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് പോയിസ് ആണ്, SI യൂണിറ്റ് ന്യൂട്ടൺ പെർ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. അതേപോലെ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്സ് ആണ്, SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. സോ അത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഡൈനാമിക് വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റ് പോയിസ്, SI യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്സ് ആണ്, SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് ടെമ്പറേച്ചറിനനുസരിച്ച് എങ്ങനെയാണ് വിസ്കോസിറ്റിക്കുള്ള ചേഞ്ച് എന്നാണ് നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് വിസ്കോസിറ്റിക്കുള്ള ചേഞ്ച് ലിക്വിഡ്സിന്റെയും ഗ്യാസസിന്റെയും രണ്ടും നമുക്ക് പഠിക്കണം. ലിക്വിഡ്സിനകത്ത് വിസ്കോസിറ്റി ആസ് ടെമ്പറേച്ചർ ഇവിടെ ചോദിക്കുന്നത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ജനറലി റിസൾട്ട്സ് ഇൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ലിക്വിഡ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി എന്ത് ചെയ്യാണ്? കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഗ്യാസസിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും രണ്ട് രീതിയിൽ തന്നെയാണ് വേരിയേഷൻ പോകുന്നത്. ഇൻ കേസ് ഓഫ് ലിക്വിഡ്സ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റി ഡിക്രീസസ്, ആൻഡ് ഇൻ കേസ് ഓഫ് ഗ്യാസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റി ഇൻക്രീസസ് ആണ്. ഓക്കെ, അപ്പൊ അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ്സിന്റെ കേസിൽ വിസ്കോസിറ്റി ഉണ്ടാവാനുള്ള മെയിൻ റീസൺ കൊഹസീവ് ഫോഴ്സ് ആണ്. ലിക്വിഡ്സിന്റെ കേസിൽ വിസ്കോസിറ്റി ഉണ്ടാവാനുള്ള മെയിൻ റീസൺ കൊഹസീവ് ഫോഴ്സ് ആണ്. ഓക്കെ, സോ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്കറിയാം കൊഹസീവ് ഫോഴ്സ് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് കുറയുന്നു? ഡൈനാമിക് വിസ്കോസിറ്റി കുറയും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഗ്യാസസിന്റെ കേസിൽ വിസ്കോസിറ്റിക്ക് പ്രധാനമായും കാരണം മോളിക്കുലാർ മൊമെന്റം ആണ്. മോളിക്കുലാർ മൊമെന്റം ഇസ് ദ മെയിൻ റീസൺ ബിഹൈൻഡ് വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ്. സോ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ മോളിക്കുലാർ മൊമെന്റം കൂടുന്നു. സോ എന്ത് കൂടുന്നു? വിസ്കോസിറ്റി കൂടുന്നു. ഓക്കെ, ആ റീസൺ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. സോ നമ്മൾ PSC പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട കാര്യം, ഇൻ കേസ് ഓഫ് ലിക്വിഡ്സ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റി ഡിക്രീസസ്, ആൻഡ് ഇൻ കേസ് ഓഫ് ഗ്യാസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റി ഇൻക്രീസസ് ആണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ റിസൾട്ട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ടെമ്പറേച്ചർ കുറയുമ്പോൾ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? അപ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ ലിക്വിഡ്സിന്റെ കേസിൽ വിസ്കോസിറ്റി എന്ത് ചെയ്യും? കൂടും. ആൻഡ് ഇൻക്രീസ് ഇൻ ദ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ് ആൻഡ് ഡിക്രീസ് ഇൻ ദാറ്റ് ഓഫ് ഗ്യാസസ് അല്ലെ. അപ്പൊ ഗ്യാസസിന്റെ കേസിൽ ടെമ്പറേച്ചർ കുറയുമ്പോൾ വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ലിക്വിഡ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ കുറയുമ്പോൾ വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നു? കൂടും.
ഓക്കെ, അപ്പൊ ആ റിലേഷൻ അത് കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാവും. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. Second question, the velocity potential function in a two-dimensional flow field is given by phi is equal to x square minus y square. The magnitude of velocity at point 11 is. അപ്പോൾ നമുക്കിവിടെ ഒരു വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതൊരു 2-dimensional ഫ്ലോ ഫീൽഡിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എല്ലാവരും പഠിക്കുന്നതാണ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അത് റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ എന്താണ്? ഫൈ ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിക്കുന്നതാണ്. വെലോസിറ്റി പൊട്ടൻഷ്യൽ എന്താണ്? ഇറ്റ് ഈസ് സ്കെയിലാർ ഫംഗ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം സച്ച് ദാറ്റ് ഇറ്റ്സ് നെഗറ്റീവ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എനി ഡയറക്ഷൻ ഗീവ് ദ ഫ്ലൂയിഡ് വെലോസിറ്റി അലോങ് ദാറ്റ് ഡയറക്ഷൻ അല്ലെ. അപ്പോ നെഗറ്റീവ് ഡെറിവേറ്റീവ് ഏതൊരു ഡയറക്ഷനിലെ നെഗറ്റീവ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എനി ഡയറക്ഷൻ ഗീവ്സ് ദ ഫ്ലൂയിഡ് വെലോസിറ്റി അലോങ് ദാറ്റ് ഡയറക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ u എന്ന് പറയുന്നത് കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ ആണ് എടുക്കുന്നത്. അതേപോലെ v എന്ന് പറയുന്നത് കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ, w എന്ന് പറയുന്നത് കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഇൻ z ഡയറക്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു 2-dimensional ഫ്ലോ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ കമ്പോണന്റേ ഉള്ളൂ? എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ നമ്മൾ യു എന്ന് പറയുന്ന കമ്പോണന്റും വി എന്ന് പറയുന്ന കമ്പോണന്റും എടുക്കും. യു എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണന്റ് ആയിട്ടും വി എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണന്റ് ആയിട്ടും നമ്മൾ എടുക്കും. ഓക്കെ അല്ലെ, ക്ലിയർ? അപ്പൊ നമുക്ക് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ വെച്ച് പറയുകയാണെങ്കിൽ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണന്റ് ഏതാണ്? യു ആണ്. സോ യു എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ആയിരിക്കും. കാരണം വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇറ്റ് is a scalar function of space and time such that its negative derivative with respect to any direction gives the fluid velocity along that direction അല്ലേ. അപ്പൊ എക്സ് ഡയറക്ഷനിലുള്ള നെഗറ്റീവ് ഡെറിവേറ്റീവ് ആണെങ്കിൽ ആ ഡയറക്ഷനിലെ ഫ്ലൂയിഡ് വെലോസിറ്റി അതേതാണ്? എക്സ് ഡയറക്ഷനിലെ ഫ്ലൂയിഡ് വെലോസിറ്റി യു ആണ്. സോ യു ഇസ് ഈക്വൽ ടു എന്താണെന്ന് നമുക്ക് പറയാം? മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി കമ്പോണന്റ് ഇൻ വൈ ഡയറക്ഷൻ ഏതാണ് നമ്മൾ എടുക്കുന്നത്? വി ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? വി ഇസ് ഈക്വൽ ടു മൈനസ് ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് നമുക്ക് എഴുതാം അല്ലെ. വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷന്റെ ടേംസിൽ നമുക്കറിയാം ഇറ്റ്സ് നെഗറ്റീവ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എനി ഡയറക്ഷൻ, കാരണം വൈ ഡയറക്ഷൻ. അപ്പോൾ അതിലേക്കുള്ള വെലോസിറ്റി ഏതാണ്? കമ്പോണന്റ് ഏതാണ്? വി ആണ്. സോ യുടെയും വിയുടെയും ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ രണ്ട് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും വെലോസിറ്റി കമ്പോണന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ടന്റ് വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതുന്ന? റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. ഇതാണ് നമ്മുടെ എന്ത്? റിസൾട്ടന്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വെലോസിറ്റി കമ്പോണന്റ് എക്സ് ഡയറക്ഷനും കണ്ടുപിടിക്കുക, വെലോസിറ്റി കമ്പോണന്റ് വൈ ഡയറക്ഷനും കണ്ടുപിടിക്കുക. ദെൻ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? റിസൾട്ടന്റ് വെലോസിറ്റി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു കണ്ടുപിടിക്കുക. യു ഇസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ആണ്. ഫൈയുടെ ഇക്വേഷൻ എന്താണ് തന്നിരിക്കുന്നത്? ഫൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. സോ ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? 2x എന്ന് വരും അല്ലെ. സോ മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ത് വരും? മൈനസ് 2x. സോ യുവിന്റെ വാല്യൂ എന്താണ്? മൈനസ് 2x. നെക്സ്റ്റ് വി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വിയുടെ ഇക്വേഷൻ എങ്ങനെയാണ്? വി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ഫൈ ബൈ ഡോ വൈ ആണ് അല്ലെ. സോ ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് പറയുന്നത് എത്ര വരും? ഫൈ ഈസ് ഈക്വൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. സോ ഡോ ഫൈ ബൈ ഡോ വൈ എന്ത് വരും? ഡോ ഫൈ ബൈ ഡോ വൈ മൈനസ് 2y വരും അല്ലെ. മൈനസ് 2y, കാരണം ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് പറയുന്നത് മൈനസ് 2y ആണ് അല്ലെ. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സോ വിയുടെ വാല്യൂ എന്ത് വരും? വി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ഫൈ ബൈ ഡോ വൈ ആണ്. അപ്പൊ എന്ത് വരും? മൈനസ് ഓഫ് മൈനസ് 2y എന്ത് വരും? പ്ലസ് 2y എന്ന് വരും. സോ നമുക്ക് യുവിന്റെ വാല്യൂ കിട്ടി, വിന്റെ വാല്യൂ കിട്ടി. സോ നമുക്ക് എന്താണ്? അറ്റ് എ പോയിന്റ് 11 കണ്ടുപിടിക്കേണ്ടത്. സോ യു ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് 2 into 1 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 2. വിയുടെ വാല്യൂ എന്ത് വരും? 2 into 1 which is equal to 2. So resultant velocity v is equal to root of u square plus v square which is equal to 2 into square plus 2 into square which is equal to root 8 which is equal to root of 4 into 2 എന്ന് എഴുതാം. So answer എന്ത് വരും? 2 root 2 is the answer. Option C is the correct answer. Clear ആണോ? സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ നമ്മൾ രണ്ട് ഫംഗ്ഷൻസ് ആണ് പഠിക്കുന്നത്. വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ പഠിക്കുന്നുണ്ട്, അതേപോലെ സ്ട്രീം ഫംഗ്ഷനും പഠിക്കുന്നുണ്ട്. രണ്ടും രണ്ട് കൺസെപ്റ്റ് ആണ്. അപ്പൊ അതിന്റെ രണ്ടിന്റെ ബേസിസിൽ ഇതേപോലെ നമുക്ക് വെലോസിറ്റി കമ്പോണന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് വെച്ച് വെലോസിറ്റി കമ്പോണന്റ്സ് കണ്ടുപിടിച്ചിട്ട് റിസൾട്ടന്റ് വെലോസിറ്റി ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിന് ധാരാളം ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്ലൂയിഡ് ഡൈനാമിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ നമ്മൾ ഫ്ലോ റേറ്റ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്, ഡിവൈസുകളാണ് വെഞ്ചുറി മീറ്ററും ഓറിഫേസ് മീറ്ററും അല്ല അല്ലെ. അപ്പൊ അതിന്റെ ഫ്ലോ റേറ്റിന്റെ ഇക്വേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ ക്ലിയർ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
An orifice meter with CD means coefficient of discharge, right? Orifice meter with CD 0.61 is substituted by a venturi meter with CD 0.98 in a pipeline carrying crude oil, having same throat diameter as that of orifice. So for the same flow rate, the ratio of pressure drop for venturi meter and orifice meter is. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു പൈപ്പ് ലൈനിൽ ഫ്ലോ റേറ്റ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം orifice meter വെച്ചു. ആ orifice meterന്റെ coefficient of discharge എത്രയായിരുന്നു? 0.61 ആയിരുന്നു. ഇനി ആ സെയിം പൈപ്പ് ലൈൻ സെയിം പൈപ്പ് ലൈൻ അതിന്റെ ത്രോട്ട് ഡയമീറ്ററും കാര്യങ്ങളും എല്ലാം സെയിം ആണ്. ആ സെയിം പൈപ്പ് ലൈനിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ orifice meterനെ മാറ്റി നമ്മൾ എന്ത് വെച്ചു? ഒരു വെഞ്ചുറി മീറ്റർ വെച്ചു. ആ വെച്ച വെഞ്ചുറി മീറ്ററിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എത്രയാണ്? 0.98 ആണ്. അങ്ങനെയാണെങ്കിൽ സെയിം ഫ്ലോ റേറ്റ് തന്നെ വെഞ്ചുറി മീറ്റർ വെക്കുമ്പോഴും അതേ ഫ്ലോ റേറ്റ് തന്നെ കാണിക്കണമെങ്കിൽ വെഞ്ചുറി മീറ്ററും orifice മീറ്ററുമുള്ള പ്രഷർ ഡ്രോപ്പിന്റെ റേഷ്യോ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. For the same flow rate, the ratio of pressure drop for venturi meter and orifice meter is. ആ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലോട്ട് പോകാം. കാൽക്കുലേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് ആ ഒരു റേഷ്യോ പോലെ തന്നെയാണ് അവർ ആ ഒരു ചോയ്സ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. സോ വളരെ ഈസി ആയിട്ട് ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ വെഞ്ചുറി മീറ്റർ ആയിക്കോട്ടെ orifice മീറ്റർ ആയിക്കോട്ടെ, നമ്മൾ ആക്ച്വൽ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ എന്താണ് പഠിച്ചിരിക്കുന്നത്? ആക്ച്വൽ ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഇൻറ്റു തിയററ്റിക്കൽ ഡിസ്ചാർജ്, അല്ലെ? നമ്മളറിയാം കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ ഡിസ്ചാർജ് ടു തിയററ്റിക്കൽ ഡിസ്ചാർജ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആക്ച്വൽ ഡിസ്ചാർജിനെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഇൻറ്റു എന്തെന്ന് എഴുതാം? തിയററ്റിക്കൽ ഡിസ്ചാർജ് എന്ന് എഴുതാം. ഓക്കെ, സോ ആക്ച്വൽ ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഇൻറ്റു ആ ഇക്വേഷൻ എന്താണ്? വെഞ്ചുറി മീറ്റർ ആണ്. എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? A1 A2 ഇൻറ്റു റൂട്ട് ഓഫ് 2GH ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ. ഇതാണ് നമ്മൾ വെഞ്ചുറി മീറ്ററിന്റെ കേസിൽ പഠിച്ചത്. വെഞ്ചുറി മീറ്ററിന്റെ കേസിൽ പഠിച്ചത്. ഇനി orifice മീറ്റർ ആണെങ്കിലോ Q actual is equal to coefficient of discharge. orifice മീറ്ററിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? Q actual is equal to CD into A1 A0 into root of 2GH divided by root of A1 square minus A0 square. ഇതാണ് orifice മീറ്ററിന്റെ കേസിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ. അപ്പൊ ഈ രണ്ട് കേസ് ആണെങ്കിൽ നമ്മുടെ ത്രോട്ട് ഡയമീറ്ററും കാര്യങ്ങളും എല്ലാം orificeന്റെ വെഞ്ചുറി മീറ്ററിന്റെ എല്ലാം സെയിം ആണ് എന്നുള്ള കാര്യങ്ങൾ, പൈപ്പ് ലൈനിന്റെ ഡയമീറ്റർ എല്ലാം സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ വേരിയേഷൻ വരുന്നത് എന്തിന് മാത്രമാണ്? കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിനും ദെൻ ഈ റൂട്ട് എച്ചിനുമാണ് വേരിയേഷൻ. നമുക്ക് ജനറലി എങ്ങനെ പറയാം? Q actual is equal to, as per this question നമുക്ക് പറയാം Q actual is equal to CD into എന്തെന്ന് പറയാം? റൂട്ട് എച്ച് എന്ന് പറയാം, അല്ലെ? Q actual discharge is equal to CD into root h എന്ന് നമുക്ക് ജനറലി പറയാം as per this question. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഈ രണ്ട് ഡിവൈസ് വെക്കുമ്പോഴും വെഞ്ചുറി മീറ്റർ വെച്ചാലും orifice മീറ്റർ വെച്ചാലും ഫ്ലോ റേറ്റ് എന്താണ് കിട്ടിയേക്കുന്നത്? സെയിം ഫ്ലോ റേറ്റിനുള്ള പ്രഷർ ഡ്രോപ്പ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ രണ്ട് കേസിലും ആക്ച്വൽ ഡിസ്ചാർജ് എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസിലും CD ഇൻറ്റു റൂട്ട് എച്ചിന്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാം CD ഓഫ് വെഞ്ചുറി മീറ്റർ ഇൻറ്റു റൂട്ട് എച്ച് ഓഫ് വെഞ്ചുറി മീറ്റർ ഇസ് ഈക്വൽ ടു CD ഓഫ് orifice മീറ്റർ ഇൻറ്റു റൂട്ട് എച്ച് ഓഫ് എന്ത്? orifice മീറ്റർ, അല്ലെ? ഈ എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ പ്രഷർ ഹെഡ് ആണ്. അതായത് പ്രഷർ ഡ്രോപ്പുകളുടെ ഡിഫറൻസ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ദ റേഷ്യോ ഓഫ് പ്രഷർ ഡ്രോപ്പ് തന്നെയാണ്, അല്ലെ? അപ്പൊ അതായത് നമ്മൾ എന്താ പ്രഷർ ഹെഡിന്റെ റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. അത് തന്നെയാണ് പ്രഷർ ഡ്രോപ്പ് എന്ന് തന്നെ പറയുന്നത്, അല്ലെ? നമുക്ക് എച്ച് ഇസ് ഈക്വൽ ടു എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്? എച്ച് ഇസ് ഈക്വൽ ടു P1 മൈനസ് P2 ബൈ റോ ജി, അല്ലെ? P1 മൈനസ് P2 ബൈ റോ ജി ആണ് നമ്മൾ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രഷർ ഡ്രോപ്പ് എന്ന് റേഷ്യോ ഓഫ് പ്രഷർ ഡ്രോപ്പ് മീൻസ് ഇറ്റ് സെയിം ആസ് ദാറ്റ് ഓഫ് റേഷ്യോ ഓഫ് പ്രഷർ ഹെഡ് തന്നെ വരും. കാരണം റോ ജി രണ്ടിടത്തും എന്താണ്? സെയിം ആണ്. അപ്പൊ നമുക്ക് പറയാം CD വെഞ്ചുറി മീറ്ററിന്റെ സ്ക്വയർ ഇൻറ്റു HV is equal to CD of orifice മീറ്ററിന്റെ സ്ക്വയർ ഇൻറ്റു എന്ത്? H0, പ്രഷർ ഹെഡ് ഓഫ് orifice മീറ്റർ. അപ്പൊ നമ്മുടെ ഏതിന്റെ പ്രഷർ ഡ്രോപ്പ് ചോദിച്ചിരിക്കുന്നത്? പ്രഷർ ഡ്രോപ്പ് ഓഫ് വെഞ്ചുറി ടു orifice ആണ് ചോദിച്ചിരിക്കുന്നത്. സോ HV ബൈ H0 is equal to എന്തെന്ന് എഴുതാം? CD of orifice മീറ്ററിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ CD of വെഞ്ചുറി മീറ്ററിന്റെ സ്ക്വയർ. orifice മീറ്ററിന്റെ CD എത്രയാണ് തന്നിരിക്കുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് 0.61 ആണ്. സോ 0.61 the whole square divided by വെഞ്ചുറി മീറ്ററിന്റെ എത്രയാണ് തന്നിരിക്കുന്നത്? 0.98 ആണ്. സോ 0.98 whole square. സോ ആ വെഞ്ചുറി മീറ്ററും orifice മീറ്ററും തമ്മിലുള്ള പ്രഷർ ഡ്രോപ്പിന്റെ റേഷ്യോ എങ്ങനെയാണ് കിട്ടിയ? 0.61 the whole square divided by 0.98 the whole square. ഓപ്ഷൻ ബി is the correct answer. ക്ലിയർ ആയോ? വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് ആ ഒരു കോഎഫിഷ്യന്റ് ആക്ച്വൽ ഡിസ്ചാർജും കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജും പ്രഷർ ഹെഡും തമ്മിലുള്ള റിലേഷൻ നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്തെടുത്താൽ ജസ്റ്റ് നമുക്ക് ആ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്ത് ആൻസറിലോട്ട് വരാൻ സാധിക്കും. Clear അല്ലേ? Okay, so here according to this question option B is the correct answer. Okay, next question.
ഫ്ലോ ത്രൂ പൈപ്സ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സിലെ സെക്ഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഹെഡ് ലോസ് ഡ്യൂ ടു friction. Head loss due to friction in a given pipe is 5 meter. If the power transmission through the pipe is maximum, the total head developed at the inlet of the pipe. So question ചോദിച്ചിരിക്കുന്നത്, ഒരു പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഒരു പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലോസസുകൾ സംഭവിക്കാറുണ്ട്. നമ്മൾ അതിനെ രണ്ട് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് മാറ്റിയിരുന്നു, മേജർ ലോസസ് ആൻഡ് മൈനർ ലോസസ് അല്ലെ. മേജർ ലോസ്, ഒരു പൈപ്പിലൂടെ ഫ്ലോ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മേജർ ലോസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫ്രിക്ഷൻ ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡാർസീസ് ബേസ് ബാക്ക് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്, വേറെ HF is equal to FL_V²/2GD നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ ഒരുപാട് മൈനർ ലോസസുകൾ ഒരു പൈപ്പിലൂടെ ഫ്ലോ നടക്കുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട്. എന്തൊക്കെയാണ്? ഒരു പൈപ്പിലെ എൻട്രി, ഒരു പൈപ്പിലോട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത്, ഫ്ലൂയിഡ് എൻട്രി ചെയ്യുന്ന സമയത്ത് ഒരു എൻട്രി ലോസസ് ഉണ്ടാവും, എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് എക്സിറ്റ് ലോസസ് ഉണ്ടാവാം. ദെൻ പൈപ്പുകൾ, ഒന്ന് രണ്ട് പൈപ്പുകൾ ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് പൈപ്പിൽ സഡൻ എൻലാർജ്മെന്റ് സംഭവിക്കുന്ന സമയത്ത് ഒരു ലോസ് ഉണ്ടാവാം, സഡൻ കോൺട്രാക്ഷൻ സംഭവിക്കുന്ന സമയത്ത്, അങ്ങനെ ഒരുപാട് ലോസസുകൾ ഒരു പൈപ്പിലൂടെ ഫ്ലോ നടക്കുന്ന സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് മേജർ ആയിട്ടുള്ള അറൌണ്ട് 90 to 95% ലോസും എന്ത് മൂലമാണ് ഉണ്ടാകുന്നത്? ഫ്രിക്ഷൻ മൂലമാണ്. അതുകൊണ്ടാണ് അത് നമ്മൾ മേജർ ലോസ് ആയിട്ട് പറയുന്നത്. ബാക്കി എല്ലാത്തിനെയും നമ്മൾ എന്താ, ഒരു 5% ബാക്കിയുള്ള ലോസുകളെല്ലാം വരാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് അതിന് നമ്മൾ മൈനർ ലോസസ് എന്ന് പറയും. അതെല്ലാം നമ്മൾ ഫ്ലോ ത്രൂ പൈപ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്നും ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ എ ഗിവൺ പൈപ്പ് ഈസ് 5 മീറ്റർ. അതായത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? HL എത്രയാണ് തന്നിരിക്കുന്നത്? 5 മീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. If the power transmission through the pipe is maximum, then the total head developed at the inlet of pipe. ആ പൈപ്പിലൂടെ ഫ്ലോ നടക്കുന്ന സമയത്ത് പവർ ട്രാൻസ്മിഷൻ മാക്സിമം ആകുവാണെങ്കിൽ ആ പൈപ്പിന്റെ ഇൻലെറ്റിൽ എത്രമാത്രം ഹെഡ് അവൈലബിൾ ആയിരുന്നു എന്നാണ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഒരു പൈപ്പിന്റെ ഇൻലെറ്റിലുള്ള ഹെഡ് ഒരിക്കലും നമുക്ക് ഔട്ട്ലെറ്റിൽ കിട്ടാറില്ല. കാരണം പൈപ്പിലൂടെ ഫ്ലോ നടക്കുന്ന സമയത്ത് ഹെഡ് ലോസ് സംഭവിക്കുന്നത് ബിക്കോസ് ഓഫ് ഫ്രിക്ഷൻ. അതുകൊണ്ട് തന്നെ ഇൻലെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഹെഡിനേക്കാൾ കുറവായിട്ടുള്ള ഹെഡ് ആയിരിക്കും നമുക്ക് എവിടെ കിട്ടുന്നത്? ഔട്ട്ലെറ്റിൽ കിട്ടുന്നത് അല്ലെ, ഔട്ട്ലെറ്റിൽ കിട്ടുന്നത്. സോ അതുമൂലം അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ആ പൈപ്പിന്റെ എഫിഷ്യൻസി ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ പവർ ട്രാൻസ്മിഷൻ മാക്സിമം ആവുന്ന ഒരു കണ്ടീഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. എപ്പോഴാണ് ഒരു പൈപ്പിലൂടെ ഫ്ലോ നടക്കുന്ന സമയത്ത് പവർ ട്രാൻസ്മിഷൻ മാക്സിമം ആവുന്നത് എപ്പോഴാണ് നമ്മൾ പഠിക്കുന്നുണ്ട്? ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഈസ് 1/3 ഓഫ് ദ ടോട്ടൽ ഹെഡ് അവൈലബിൾ അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ പൈപ്പ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. ഒരു പൈപ്പ് ഫ്ലോ നടക്കുന്ന സമയത്ത് power transmission through the pipe flow is maximum when the head loss due to the friction is 1/3 of the total head available at the inlet of the pipe. HL is equal to H/3. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പവർ ട്രാൻസ്മിഷൻ മാക്സിമം ആവുന്ന സമയത്ത് ടോട്ടൽ ഹെഡ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ പവർ ട്രാൻസ്മിഷൻ മാക്സിമം ആവുന്ന സമയത്ത് നമുക്കറിയാം HL is equal to എന്താണെന്ന് അറിയാം? ക്യാപിറ്റൽ H/3, where capital H is the total head available at the inlet of the pipe. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ H ഇക്വേഷൻ എന്ത് വരും? 3 into HL, which is equal to 3 into HL എത്രയാണ്? 5. So 3 into 5, 15 meter. അപ്പോൾ ടോട്ടൽ ഹെഡ് അവൈലബിൾ ദ ഇൻലെറ്റ് ഓഫ് ദ പൈപ്പ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 15 മീറ്റർ ആണ് കിട്ടുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സൊല്യൂഷനിലോട്ട് പോകാം. അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കാൻ പോകുന്നത്, അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് മാക്സിമം എഫിഷ്യൻസി എത്രയാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മാക്സിമം എഫിഷ്യൻസി എത്രയാണ്? മാക്സിമം എഫിഷ്യൻസി ഇക്വേഷൻ എന്താ വരുന്നത്? ഹെഡ് അവൈലബിൾ അറ്റ് ദ ഔട്ട്ലെറ്റ് ഓഫ് ദ പൈപ്പ്, ഹെഡ് available at the outlet of the pipe divided by head available at the inlet of the pipe അല്ലെ. head available at the outlet എന്താണ്? head available at the inlet minus head loss due to friction divided by head available at the inlet. Okay, മാക്സിമം പവർ ട്രാൻസ്മിഷൻ നടക്കുന്ന സമയത്തായിരിക്കുമല്ലോ പൈപ്പിൽ മാക്സിമം എഫിഷ്യൻസി പറയാം. ആ മാക്സിമം പവർ ട്രാൻസ്മിഷൻ നടക്കുന്ന സമയത്ത് HL is equal to എന്താണ് നമ്മൾ പഠിച്ചത്? H/3 ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇക്വേഷൻ എങ്ങനെ വരും? H minus H/3 divided by എന്ത് വരും? H എന്ന് വരും. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 minus 1/3 which is equal to 2/3 എത്ര വരും? അറൌണ്ട് 66.7 അറൌണ്ട് 67% ആയിരിക്കും മാക്സിമം എഫിഷ്യൻസി. അപ്പൊ ഒരു പൈപ്പിലൂടെ ഫ്ലോ നടക്കുന്ന സമയത്ത് അതിനകത്ത് കിട്ടുന്ന മാക്സിമം എഫിഷ്യൻസി, ആ പൈപ്പിന്റെ മാക്സിമം എഫിഷ്യൻസി എത്രയാണ്? 67% ആണ്. അതിന് ചേഞ്ച് വരത്തില്ല. കാരണം മാക്സിമം എഫിഷ്യൻസി കിട്ടുന്ന ആ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ മാക്സിമം പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ കണ്ടീഷൻ എപ്പോഴും ഫിക്സ്ഡ് ആണ്. എന്താണ്? head loss due to friction becomes 1/3 of the total head available at the inlet of the. ഈ ഒരു കണ്ടീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മാക്സിമം എഫിഷ്യൻസിയും കാര്യങ്ങളും എല്ലാം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാമിനാർ developed flow at an average velocity of 5 meter per second occurs in a pipe of 10 centimeter radius. Then the velocity at 5 centimeter radius is.
അപ്പൊ ഒരു പൈപ്പിലൂടെ നടക്കുന്ന ഒരു ലാമിനാർ ഫ്ലോ ആണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചിരിക്കുന്നത് ആ പൈപ്പിലൂടെ പോകുന്ന ഫ്ലോയുടെ ആവറേജ് വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ആവറേജ് വെലോസിറ്റി തന്നിരിക്കുന്നത്? യു ആവറേജ് എത്രയാണ് തന്നിരിക്കുന്നത്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിരിക്കുന്നത്. ആ പൈപ്പിന്റെ റേഡിയസ് എത്രയാണ് തന്നിരിക്കുന്നത്? 10 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു പൈപ്പ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ആ പൈപ്പിന്റെ റേഡിയസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? റേഡിയസ് 10 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പൈപ്പിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു. ആ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ ആവറേജ് വെലോസിറ്റി എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വെലോസിറ്റി അറ്റ് 5 സെന്റിമീറ്റർ റേഡിയസ്, അതായത് ഈ പൈപ്പിന്റെ 5 സെന്റിമീറ്റർ റേഡിയസിലുള്ള വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ടോട്ടൽ റേഡിയസ് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ 5 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു പൊസിഷനിലല്ലേ വരുന്ന, സെന്ററിൽ നിന്ന് 5 സെന്റിമീറ്റർ. അങ്ങനെയാണ് ഈ പോയിന്റിലൂടെയുള്ള വെലോസിറ്റി എത്രയാണ്? 5 സെന്റിമീറ്റർ റേഡിയസിലുള്ള വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ലാമിനാർ ഫ്ലോയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലാമിനാർ ഫ്ലോയുടെ കേസിലെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ പഠിച്ചതാണ്. വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പരാബോളിക് ഷേപ്പ് ആണല്ലേ. മാക്സിമം എവിടെയായിരിക്കും? സെന്ററിലായിരിക്കും. രണ്ട് സർഫസിലോട്ട് പൈപ്പിന്റെ വോളിലോട്ട് പോകുന്നതിനനുസരിച്ച് വെലോസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഡ്യൂ ടു വിസ്കോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് അല്ലെ. അപ്പൊ മാക്സിമം വെലോസിറ്റി നമുക്ക് കിട്ടുന്ന എവിടെയാണെന്ന് നമുക്കറിയാം? സെന്ററിലാണ് എന്ന് നമുക്കറിയാം. ഓക്കെ ആണല്ലോ. ആ മാക്സിമം വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റി ഒരു ലാമിനാർ ഫ്ലോ, ഒരു പൈപ്പിലൂടെ ഒരു ലാമിനാർ ഫ്ലോ നടക്കുന്ന സമയത്ത് മാക്സിമം വെലോസിറ്റി നമുക്ക് സെന്ററിലാണ് കിട്ടുന്നതെന്ന് അറിയാം. രണ്ട് സർഫസിലോട്ട് പോകുന്നതിനനുസരിച്ച് വെലോസിറ്റി എന്ത് ചെയ്യുന്നു? കുറഞ്ഞു പോകും. പക്ഷെ നമ്മൾ നോർമലി കാൽക്കുലേഷന് വേണ്ടി നമ്മൾ എപ്പോഴും എന്ത് വെലോസിറ്റിയാണ് യൂസ് ചെയ്യുന്നത്? ആവറേജ് വെലോസിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരു പൈപ്പിനകത്തുള്ള ഫ്ലോ നോക്കുമ്പോൾ എല്ലാ പോയിന്റും വെലോസിറ്റി വേരി ചെയ്യുന്നുണ്ട് അല്ലെ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആവറേജ് വെലോസിറ്റി എടുത്തിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്നത്. റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുന്ന കേസിലായാലും എപ്പോഴും നമ്മൾ ആവറേജ് വെലോസിറ്റി ആണ് എടുക്കുന്നത്. സോ ഈ ആവറേജ് വെലോസിറ്റിയും മാക്സിമം വെലോസിറ്റിയും നമ്മുടെ റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് മാക്സിമം വെലോസിറ്റിയുടെ ഹാഫ്, മാക്സിമം വെലോസിറ്റി ബൈ 2 ആണ് എന്ത്? ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന കണ്ടീഷൻ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ അവർ തന്നിരിക്കുന്നത് ആവറേജ് വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം വെലോസിറ്റി എത്ര വരും? മാക്സിമം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ട്വൈസ് ഓഫ് എന്ത്? ആവറേജ് വെലോസിറ്റി. സോ 2 into 5 എത്ര വരും? 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും എന്ത്? ഈ പൈപ്പിലൂടെ ഫ്ലോ നടക്കുമ്പോൾ മാക്സിമം വെലോസിറ്റി എന്ന് പറയും. ഇനി മാക്സിമം വെലോസിറ്റിയും ഈ പൈപ്പിലൂടെ ഏതൊരു പോയിന്റിലെയും വെലോസിറ്റി, അതായത് ലോക്കൽ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. എന്താണ് ആ റിലേഷൻ? സ്മോൾ യു ഇസ് ഈക്വൽ ടു യു മാക്സിമം ഇൻറ്റു 1 മൈനസ് സ്മോൾ ആർ സ്ക്വയർ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വേർ യു ഇസ് ദ ലോക്കൽ വെലോസിറ്റി അറ്റ് എനി റേഡിയസ് ആർ. ആ പൈപ്പിലൂടെയുള്ള ഏതൊരു റേഡിയസ് ആർ റേഡിയസിലെയും വെലോസിറ്റി എത്രയാണെന്ന് ചോദിക്കുന്നത്. അതാണ് ഈ സ്മോൾ യു. യു മാക്സിമം എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം വെലോസിറ്റി അറ്റ് സെന്റർ ഓഫ് പൈപ്പ്. പൈപ്പിന്റെ സെന്ററിലോടുള്ള മാക്സിമം വെലോസിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? യു മാക്സിമം. സ്മോൾ ആർ എന്ന് പറയുന്നത് ഏത് റേഡിയസ്? ഈ സ്മോൾ ആർ റേഡിയസിലെ വെലോസിറ്റി ആണ് സ്മോൾ യു. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ടോട്ടൽ റേഡിയസ് ഓഫ് ദ പൈപ്പ്. ക്ലിയർ ആണോ? അപ്പൊ ഏതൊരു പർട്ടിക്കുലർ റേഡിയസിലെ വെലോസിറ്റി ചോദിച്ചാലും നമുക്ക് അത് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. ഈ സ്മോൾ യു എന്ന് പറയുന്നത് വെലോസിറ്റി, ലോക്കൽ വെലോസിറ്റി അറ്റ് എനി റേഡിയസ് ആർ. ആ ആർ ആണ് നമ്മുടെ ഇക്വേഷനിൽ ഇവിടെ കിടക്കുന്നത്. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈപ്പിന്റെ ടോട്ടൽ റേഡിയസ് ആണ്. യു മാക്സിമം എന്ന് പറഞ്ഞാൽ പൈപ്പിന്റെ സെൻട്രലിൽ നമുക്ക് കിട്ടുന്ന മാക്സിമം വെലോസിറ്റി ആണ്. സോ ഈ ഇക്വേഷൻ നമുക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോബ്ലം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് എങ്ങനെയാണ് ആ സൊല്യൂഷനിലേക്ക് പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ യു ഇസ് ഈക്വൽ ടു യു മാക്സിമം ഇൻറ്റു 1 മൈനസ് സ്മോൾ ആർ സ്ക്വയർ ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണ്. സോ നമ്മുടെ അടുത്ത് ഈ സ്മോൾ യു ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. യു മാക്സിമം നമുക്ക് എത്രയാണ് കിട്ടിയത്? മാക്സിമം വെലോസിറ്റി 10 ആണ്. 1 മൈനസ് സ്മോൾ ആർ ഏത് റേഡിയസിലാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്? 5 സെന്റിമീറ്റർ റേഡിയസിലാണ്. സോ 5 സ്ക്വയർ ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് ദ പൈപ്പ് നമുക്ക് തന്നേക്കുന്നത് 10 സെന്റിമീറ്റർ ആണ്. സോ 10 സ്ക്വയർ. വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. സോ 10 ഇൻറ്റു 1 മൈനസ് 25 ബൈ 100. So which is equal to 10 into 1 minus 1 by 4, which is equal to 10 into 3 by 4. So 30 by 4, which is equal to 7.5 meter per second. So average velocity at a radius of 5 centimeter in the പറയുന്നത് velocity at a radius of 5 centimeter അപ്പോൾ എത്ര വരും? 7.5 meter per second ആണ്. കാരണം മാക്സിമം വെലോസിറ്റി 10 ആണ്. സോ അതിനേക്കാൾ എന്തായാലും കുറവേ നമുക്ക് കിട്ടുള്ളൂ. സോ അതിനകത്ത് നമുക്ക് 7.5 meter per second നമുക്ക്. ക്ലിയർ അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ന്യൂമറിക്കൽ ബേസിൽ വളരെ ഈസി ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലാമിനാർ ഫ്ലോയിലെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യാപിലാരിറ്റിയെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിലെ
With increase in the size of the tube, the rise or depression of liquid in the tube due to surface tension will. അപ്പോൾ ട്യൂബിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് കാപ്പിലറി റൈസിന്റെയും ഡിപ്രഷന്റെയും ഹൈറ്റിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ കാപ്പിലാരിറ്റിയിലെ കാപ്പിലറി റൈസ് ആയാലും കാപ്പിലറി ഡിപ്രഷൻ ആയാലും നമ്മളൊരു ഫോർമുല പഠിക്കുന്നുണ്ട്. എന്താണ് ആ ഫോർമുല? H is equal to 4 sigma cos theta by rho GD. ഇതാണ് നമ്മൾ കാപ്പിലറി റൈസ് ആയാലും ഡിപ്രഷൻ ആയാലും നമ്മൾ പഠിക്കുന്ന ഫോർമുല. വേർ H എന്ന് പറയുന്ന കാപ്പിലറി റൈസ് ഓർ ഡിപ്രഷൻ, സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? സർഫസ് ടെൻഷൻ, തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണ്, rho density, G acceleration due to gravity and D is the diameter of the tube. നമ്മൾ യൂസ് ചെയ്യുന്ന ട്യൂബിന്റെ ഡയമീറ്റർ ആണ് D. അപ്പൊ ബാക്കിയുള്ള എല്ലാ പാരാമീറ്ററും നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ കാപ്പിലറി റൈസ് ഓർ ഡിപ്രഷൻ എങ്ങനെയാണ് പ്രൊപ്പോർഷനാലിറ്റി ഡയമീറ്ററുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ട്യൂബിന്റെ ഡയമീറ്റർ കൂടുന്നതിനനുസരിച്ച് കാപ്പിലറി റൈസ് അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ത് ചെയ്യുന്നു? കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ആ റിലേഷൻ എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. കാരണം ആ ഇക്വേഷനെ നമുക്ക് വളരെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ട്യൂബിന്റെ ഡയമീറ്റർ സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ, ട്യൂബിന്റെ ഡയമീറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ എച്ചിന് എന്ത് സംഭവിക്കും? റൈസ് ഓർ ഡിപ്രഷൻ ഓഫ് ദ ലിക്വിഡ് ഇൻ ദ ട്യൂബ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ വിൽ ബി ഡിക്രീസസ്. ഓപ്ഷൻ എ is the correct answer because capillary rise or depression is inversely proportional to the diameter of the tube. It should be clear from the equation. അല്ലേ? ഇക്വേഷൻ വളരെ ക്ലിയർ ആണ്. ഡയമീറ്റർ, capillary rise or depression എച്ചിന് എന്തിനാ എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. So option A is the correct answer. ഇവിടെ increase in the size of the tube ആണ് ചോദിച്ചിരിക്കുന്നത്. So ട്യൂബിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് എച്ചിന്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ട്യൂബിന്റെ സൈസ് കുറയുന്ന, ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ട്യൂബ് ആയിരുന്നെങ്കിൽ ആൻസർ എന്ത് വന്നേനെ? ഇൻക്രീസസ് ആണ്. So here according to the question option A is the correct answer. Okay, next question. The pressure drop for a relatively low Reynolds number flow through a pipe of diameter is 600 mm and 30 meter long is 70 kilopascal. What will be the wall shear stress? അപ്പൊ വീണ്ടും ലാമിനാർ ഫ്ലോ റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റൻ ആണ്, പൈപ്പ് ഫ്ലോ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇതിനകത്ത് ലോ റെയ്നോൾഡ്സ് നമ്പർ എന്ന് എടുത്ത് പറഞ്ഞാൽ അത് ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ലോ റെയ്നോൾഡ്സ് നമ്പർ എന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ പൈപ്പിന്റെ കേസിൽ നമുക്കറിയാം റെയ്നോൾഡ്സ് നമ്പർ 2000 കുറവാണെങ്കിൽ ലാമിനാർ ആണ്, 4000 കൂടുതലാണെങ്കിൽ ടർബുലന്റ് ആണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ വളരെ ലോ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഫ്ലോ ഏത് ഫ്ലോ ആയിരിക്കും? ലാമിനാർ ഫ്ലോ ആണ് എന്നുള്ള അസംഷനിലോട്ട് നമുക്ക് വരാം. ഇനി പൈപ്പിലൂടെ ഫ്ലോ നടക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിനായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മൾ PSC ചോദിച്ചതാണ്. വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനും ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ തൊട്ട് മുന്നത്തെ ഒരു ക്വസ്റ്റ്യനിൽ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ഇത് അവിടുത്തെ എന്തിന് ഡിസ്ട്രിബ്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്? ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആ ഒരു ലാമിനാർ ഫ്ലോയുടെ ടോപ്പിക്കില് നമ്മൾ ആ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ഇക്വേഷൻ? നമുക്ക് വന്ന ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ എങ്ങനെയാ വന്നത്? ഷിയർ സ്ട്രെസ് ടോ ഇസ് ഈക്വൽ ടു -r/2 ഇൻറ്റു ഡോ പി ബൈ ഡോ എക്സ്, -r/2 ഇൻറ്റു ഡോ പി ബൈ ഡോ എക്സ്. ഇതാണ് ഷിയർ സ്ട്രെസ് ത്രൂ ദ പൈപ്പ് ഫ്ലോയുടെ ഇക്വേഷൻ. ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ പൈപ്പ് ആണ്. ഡോ പി ബൈ ഡോ എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡോ പി ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് പ്രഷർ ഗ്രേഡിയന്റ് ആണ്. ഡോ പി ബൈ ഡോ എക്സ് എന്താണ്? പ്രഷർ ഗ്രേഡിയന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷൻ തന്നെ ക്ലിയർ ആണ്. അറ്റ് ദ സെന്റർ ഓഫ് ദ പൈപ്പ്, പൈപ്പിന്റെ സെന്ററിൽ റേഡിയസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ പൈപ്പിന്റെ സെന്ററിലെ ഷിയർ സ്ട്രെസിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി പൈപ്പിന്റെ സർഫസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ റേഡിയസ് എന്താണ്? r ആണ്. അപ്പോൾ ഷിയർ സ്ട്രെസ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അപ്പോൾ വെലോസിറ്റിയും ഷിയർ സ്ട്രെസും രണ്ട് രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഒരു ലാമിനാർ ഫ്ലോ പൈപ്പിലൂടെ പോകുന്ന സമയത്ത് അറ്റ് ദ സെന്റർ ഓഫ് ദ പൈപ്പ് വെലോസിറ്റി മാക്സിമം ആയിരിക്കും, പക്ഷെ ഷിയർ സ്ട്രെസ് എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷെ അറ്റ് ദ സർഫസ് ഓഫ് ദ പൈപ്പ് ഷിയർ സ്ട്രെസ് മാക്സിമം ആയിരിക്കും, പക്ഷെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു പൈപ്പിലൂടെയുള്ള ഫ്ലോയുടെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനും ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനും നമുക്ക് ഒരുമിച്ച് ഒന്ന് വരച്ച് കാണിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും നമ്മൾ കാണിക്കുന്നത്? ഇതിനകത്ത് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ വരും, കണ്ടോ? വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ വരും. അതായത് സെന്ററിൽ മാക്സിമം ആണ്. ഇവിടെ ഇങ്ങോട്ട് സർഫസിൽ നിന്ന് സെന്ററിലോട്ട് പോകുന്നതിനനുസരിച്ച് മാക്സിമം വീണ്ടും 0. പക്ഷെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും പോകുന്നത്? സെന്ററിൽ ഷിയർ സ്ട്രെസ് എങ്ങനെയാണ്? റേഡിയസ് 0 അല്ലെ? അപ്പൊ സെന്ററിൽ 0 ആണ്. സർഫസിലോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? കൂടും. സോ ഇങ്ങനെ വരും അല്ലെ? ഇങ്ങനെയായിരിക്കും എന്ത് വരുന്നത്? ഷിയർ സ്ട്രെസ്. അപ്പൊ ഷിയർ സ്ട്രെസ് മാക്സിമം എവിടെയായിരിക്കും? സർഫസിലായിരിക്കും മാക്സിമം വരും. അതെന്താ? ഒരു ലീനിയർ പ്രൊഫൈലാണ്. ഇവിടെ ഒരു പാരാബോളിക് പ്രൊഫൈലാണ്. ഇതെന്താണ്? ഒരു ലീനിയർ പ്രൊഫൈലാണ്. കാരണം ഇവിടെ പ്രൊപ്പോർഷണൽ ടു r ആണ്, റേഡിയസിനാണ് പ്രൊപ്പോർഷണൽ. സോ ഒരു ലീനിയർ പ്രൊഫൈലാണ് നമുക്ക് ഷിയർ സ്ട്രെസിനെ കിട്ടും. സോ നമുക്ക് ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ ഇവിടെ നമുക്കറിയാം. നമ്മൾ ചോദിച്ചിരിക്കുന്ന വോൾ ഷിയർ സ്ട്രെസ് ആണ്. വോൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി വോളിലെ ഷിയർ സ്ട്രെസ് എന്താണ്? മാക്സിമം ആണെന്ന് മനസ്സിലായി. അതായത് ആറിന്റെ വാല്യൂ എന്താണ്? ആ റേഡിയസ് ഓഫ് ദ പൈപ്പ് ഒന്ന് കൊടുത്താണ്. കാരണം വോളിലെ ഷിയർ സ്ട്രെസ് മാക്സിമം ആണ്. സോ ഇക്വേഷൻ ടോ ഇസ് ഈക്വൽ ടു -r എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ദ പൈപ്പ് ഇൻറ്റു ഡോ പി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡോ പി ബൈ പ്രഷർ ഗ്രേഡിയന്റ് ആണ് അല്ലെ? അതായത് പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രഷർ P2 - P1 ഡിവൈഡ് ബൈ
ഗ്രേഡിയന്റ് മീൻസ് വിത്ത് റെസ്പെക്ട് ടു ലെങ്ത് ആണ്. നമ്മുടെ പൈപ്പിന്റെ ലെങ്ത് എന്താണ്? L. സോ ഇക്വേഷൻ ഇങ്ങനെ വരും. സോ ടോ ഈസ് ഈക്വൽ ടു ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ R/2 ഇൻറ്റു P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ L എന്തെന്ന് വരും? L എന്ന് വരും. ആറിന്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? ഡയമീറ്റർ 600 mm ആണ്. സോ റേഡിയസ് എത്ര വരും? 300 mm വരും. മീറ്ററിലോട്ട് ആകുമ്പോൾ 0.3/2 ഇൻറ്റു P1 മൈനസ് P2. പ്രഷർ ഡ്രോപ്പ് എത്രയാണ് തന്നിരിക്കുന്നത്? പ്രഷർ ഡ്രോപ്പ് 70 കിലോ പാസ്കൽ ആണ്. പാസ്കലിലോട്ട് ആകുമ്പോൾ 70 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ ലെങ്ത് എത്രയാണ്? 30 ആണ് അല്ലെ. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ എത്ര കിട്ടും? അറൌണ്ട് 350 പാസ്കൽ ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ലാമിനാർ ഫ്ലോയിൽ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ കേസും ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷന്റെ കേസും ഇത് രണ്ടും കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക. വളരെ ഈസി ആയിട്ടുള്ള തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസും കിട്ടും. എവിടെയാണ് വെലോസിറ്റി മാക്സിമം, എവിടെയാണ് ഷിയർ സ്ട്രെസ് മാക്സിമം എന്നുള്ള വളരെ ഈസി ആയിട്ടുള്ള തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസും കിട്ടും. ദെൻ ഈ ഒരു ഇക്വേഷൻസും കാര്യങ്ങളും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, next question. A body floating in liquid is said to be in stable equilibrium only if. അപ്പോൾ നമ്മൾ ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഫ്ലൂയിഡ് മെക്കാനിക്സിനകത്തുണ്ട്. അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഒരുപാട് നമ്മൾ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയയുടെ ക്വസ്റ്റൻ ആണ് ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്ന ഫ്ലോട്ടിംഗ് ബോഡിയെ പറ്റിയാണ് അല്ലെ. അപ്പോൾ നമ്മൾ ഫ്ലൂയിഡ് ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് ബോഡിയുടെ കേസിൽ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് എമ്മിന്റെയും ജിയുടെയും പൊസിഷൻസ് വെച്ചാണ്. എം എന്ന് പറഞ്ഞാൽ മെറ്റാ സെന്ററിന്റെ പൊസിഷനും G എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പൊസിഷൻ. ഈ രണ്ട് പൊസിഷനെ റിലേറ്റ് ചെയ്താണ് നമ്മൾ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് ഇൻ ദ കേസ് ഓഫ് ഫ്ലോട്ടിംഗ് ബോഡി. പക്ഷെ ഒരു കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ബോഡിയുടെ കേസിൽ നമ്മൾ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് ബിയുടെയും ജിയുടെയും പൊസിഷൻ വെച്ചിട്ടാണ്. ബി മീൻസ് സെന്റർ ഓഫ് ബോയൻസിയും ജി മീൻസ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് ബോഡി സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ എം ഷുഡ് ബി എബോവ് ജി ആണ്. അതായത് മെറ്റാ സെന്റർ ഷുഡ് ബി എബോവ് എന്തായിരിക്കണം? സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കണം. മെറ്റാ സെന്റർ ഓഫ് ഗ്രാവിറ്റിക്കാൾ മുകളിലാണെങ്കിൽ ആ ഫ്ലോട്ടിംഗ് ബോഡി എന്തിലായിരിക്കും? സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇനി മെറ്റാ സെന്റർ എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് താഴെയാണെങ്കിൽ മെറ്റാ സെന്റർ ഷുഡ് ബി ബിലോ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ ഫ്ലോട്ടിംഗ് ബോഡി എന്തിലായിരിക്കും? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇനി മെറ്റാ സെന്ററും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും പരസ്പരം കോയിൻസൈഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ, ഒരേ പോയിന്റിലാണെങ്കിൽ ആ ബോഡി എന്ത് ഇക്വിലിബ്രിയത്തിലായിരിക്കും? ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഈ മൂന്ന് പോയിന്റ് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക ഇൻ ദ കേസ് ഓഫ് ഫ്ലോട്ടിംഗ് ബോഡി. ഇനി ഇത് നേരെ കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ബോഡിയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എമ്മിന്റെ സ്ഥാനത്ത് മെറ്റാസിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് വരും? സെന്റർ ഓഫ് ബോയൻസി വരും. അപ്പോൾ സെന്റർ ഓഫ് ബോയൻസി ഈസ് എബോവ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം പോകും. സെന്റർ ഓഫ് ബോയൻസി ഈസ് ബിലോ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം പോകും. സെന്റർ ഓഫ് ബോയൻസി ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി കോയിൻസൈഡ് ആണെങ്കിൽ ഏത് ഇക്വിലിബ്രിയം പോകും? ന്യൂട്രൽ ഇക്വിലിബ്രിയം. അപ്പൊ നമ്മൾ ആ ഒരു പൊസിഷൻ ഏതിന്റെയൊക്കെ പൊസിഷൻസ് വെച്ചിട്ടാണ് സ്റ്റെബിലിറ്റി പറയുന്നതെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക ഇൻ ദ കേസ് ഓഫ് ഫ്ലോട്ടിംഗ് ബോഡി ആൻഡ് ഇൻ ദ കേസ് ഓഫ് കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ്. ക്ലിയർ? ഓക്കെ, സോ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, തിയറട്ടിക്കൽ ഒരു ക്വസ്റ്റൻ ആണ്. അത് കറക്റ്റ് ആയിട്ട് ആ രണ്ട് കണ്ടീഷൻ ഓർത്തിരിക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലോട്ട് പോകാൻ സാധിക്കും. സോ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ അറൌണ്ട് 8 ക്വസ്റ്റ്യൻസോളം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നെക്സ്റ്റ് വീഡിയോ സെഷനിൽ മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. താങ്ക് യു.